അപ്പോൾ ദാറ്റ് വാസ് എ ജാക്ക് പോട്ടത്. അതെ 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 അതെ. പിന്നെ അപ്പോൾ ഇനി കുറച്ച് സീരിയസ് കാര്യങ്ങളൂടെ പറഞ്ഞങ്ങ് നിർത്താം. എന്നുവെച്ചാൽ അങ്ങനെയല്ല, നമുക്ക് ആർപ്പി കയറാം. മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഗൈസ്, നിങ്ങൾക്കറിയാം ടി വിയിലെ 2-3 പ്ലേയേഴ്സിനെ നമ്മൾ ടി വിയിൽ നിന്ന് എടുത്ത് കളഞ്ഞു. അപ്പോൾ അത് നിങ്ങളോട് പറയേണ്ട കാര്യം പറയണം എന്ന് തോന്നി, അത് പറയണം. കാരണം നാളെ ഓരോ ഗ്യാങ്ങിലിരിക്കുന്ന ഓരോരുത്തന്മാരുടെ വായിൽ നിന്ന് കേട്ട് നമ്മുടെ പ്ലേയേഴ്സിനെയും കൂടെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ അത് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് പറയുകയാണ്. മെയിനായിട്ട് ആദ്യം ഇവൻ്റെ കാര്യം പറയാം. വില്ലിയുടെ കാര്യം ആദ്യം പറഞ്ഞു തുടങ്ങാം. വില്ലിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു രീതിയിലും നിങ്ങൾ അവനെ റിക്രൂട്ട്മെൻറ്റ് ചെയ്തതിന് ശേഷം അവൻ്റെ ഒരു രീതിയിലുള്ള ആക്റ്റീവ്നെസ്സും നമുക്ക് നമ്മുടെ ഗ്യാങ്ങിൽ ഫീൽ ചെയ്തിട്ടില്ല. ഒന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഗ്യാങ്ങുമായിട്ട് ഒരാളുമായിട്ടും ഈ പറയണത് പോലെ ഡിസ്കോഡിൽ വന്നിരുന്ന് സംസാരിക്കാനും ടൈം സ്പെൻഡ് ചെയ്യാനും ഒന്നും അവന് ടൈമില്ല. അതായത് അവന് ബാക്കി വേറെ കുറേ കാര്യങ്ങളിലോട്ടേക്ക് മാത്രമാണ് ടൈം ഉണ്ടായിരുന്നത്. നമ്മളത് കുറേ വട്ടം പറഞ്ഞു, എടാ ആക്റ്റീവ് ആവ് എന്നുള്ളൊരു കാര്യം ഇങ്ങനെ കുറേ വട്ടം അങ്ങനെ പറഞ്ഞ് കേൾക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് വില്ലിയെ നമ്മൾ എടുത്ത് കളഞ്ഞത്. മനുസോമൻ ബ്രോ, താങ്ക് യു സോ മച്ച്. PLN10 ആൻഡ് ബാലൻ വീഡിയോ കാണാം. ഹായ് ഈഗിൾ ബ്രോ, വെൽക്കം ബാക്ക്. ഈഗിൾ ഗെയിമിംഗ്, താങ്ക് യു സോ മച്ച് 100 ബ്രോ. സോയർ വിസാഡ് ബ്രോ, താങ്ക് യു സോ മച്ച് 200, വെൽക്കം. അപ്പോൾ അതുകൊണ്ടാണ് അവനെ എടുത്ത് കളഞ്ഞത് മെയിനായിട്ട്. രണ്ടാമത്തെ റീസൺ അമ്പത്തൂരിൻ്റെയും പപ്പടത്തിൻ്റെയും റീസൺ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ, ഗ്യാങ്ങിൻ്റെ പേര് മിസ്യൂസ് ചെയ്തു എന്നുള്ളൊരു പേരിലാണ് നമ്മൾ ടൈറ്റിലിട്ട് അവരെ ഒഫീഷ്യലി പുറത്താക്കിയത്. അതായത് ഞാൻ നിങ്ങളുടെ അടുത്ത് കാര്യം എന്തോന്ന് പറഞ്ഞുതരാം. അമ്പത്തൂരിൻ്റെയും ഈ പറയണ വജീറ്റയുടെ ഒക്കെ പേരിൽ ഇതെന്താ നെറ്റ് പോയോ? ഇല്ല, പോയി കുണ്ണാവിഷൻ. പോയെങ്കിൽ ഞാനിത് അടിക്കുമായിരുന്നു, ഇവിടെ കത്തിക്കുമായത്. പോയെന്തോ ആണില്ലല്ലോ. അപ്പോൾ അമ്പത്തൂരിൻ്റെയും വജീറ്റയുടെ ഒക്കെ പേരിൽ നമ്മുടെ റാൻഡം ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിലുള്ള പെൺകുട്ടികളൊക്കെ വന്ന് പരാതികളൊക്കെ പറയാൻ തുടങ്ങി. അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ്. അപ്പം ടി വിയുടെ സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ, അതായത് നമ്മുടെ ടി വിയിലുള്ള മറ്റു പ്ലേയേഴ്സിൻ്റെ അടുത്ത് വന്നിട്ട് പറയുക, പെണ്ണേഴ്സില്ലേ അത് സോൾവ് ചെയ്യ്, നീയൊക്കെ എന്നിട്ട് RP കളിക്കുക, അത് കളിക്കുക, ഇത് കളിക്കുന്നു. അത് നമ്മുടെ കൂട്ടത്തിലുള്ള കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലേയേഴ്സ് എല്ലാവർക്കും ബുദ്ധിമുട്ടായി തുടങ്ങി. ഇൻക്ലൂഡിങ് ഇപ്പോൾ പറയുകയാണെങ്കിൽ, ഞാൻ ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് നമ്മുടെ ഗ്യാങ് നോക്കിക്കൊണ്ടിരുന്നത് കോലീഡേഴ്സാണ്. കോലീഡേഴ്സിന് എല്ലാവർക്കും ഈ പറയണത് പോലെ ഇങ്ങനൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്ക് ഈ പറയണത് പോലെ ഫീൽ ബാഡ് അടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് നമുക്കും അത് ഇതായി തുടങ്ങി. അതായത് വേറെ ഈ വെളിയിലത്തെ കാര്യങ്ങൾ എടുത്തു വെച്ച് ടി വിയുടെ പേര്, അതായത് ഞങ്ങളോടാണ് വന്ന് പരാതി പറയണേ. അതായത് എന്നോടും സരക്കിനോടും ഒക്കെയാണ് വന്ന് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കും ഒരു ഫീൽ ബാഡായി തുടങ്ങി. കുറേ വട്ടം പറഞ്ഞു, ഇത് സോർട്ട് ഔട്ട് ചെയ്യ്, സോൾവ് ചെയ്യ്, നിങ്ങൾ എന്തോ വെച്ചാൽ സംസാരിച്ച് സോൾവ് ചെയ്യ് എന്ന് പറഞ്ഞപ്പോൾ അത് ഗ്യാങ്ങിൻ്റെ പേരിലേക്ക് ബാധിക്കുന്നത് കൊണ്ട് നമുക്ക് ലാസ്റ്റ് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കേണ്ട വന്നതാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്ത് അവർ രണ്ടുപേരെയും S25 ഡിസ്പ്ലേ പൊട്ടി. അപ്പോ ഗൈസ്, എന്റെ സാംസങ്ങിന്റെ കോൺട്രാക്ട് അവസാനിച്ചു. താങ്ക് യു വെരി മച്ച്. ഇതൊരു സപ്പോർട്ട് എല്ലാവർക്കും വളരെയധികം. ഇത് ഒരു ആഗ്രഹമായിരുന്നു സാംസങ്, പക്ഷേ ഇന്നത്തോടുകൂടി ഇത് അവസാനിച്ചു. താങ്ക്സ് എ ലോട്ട്. അത് കഴിഞ്ഞു. 5 മിനിറ്റ് മുമ്പേ സംഭവിച്ചത്. പോയി കണ്ടോട്ടെ, ഞാൻ കണ്ടോട്ടെ. സാംസങ് S25 അൾട്ര പറയ വിടാനും പൊട്ടില്ല.